ജാനുവടുത്തിന്റെ പുതിയ പുതിയ വിശേഷങ്ങൾ അറിയേ ജാനുവടുത്തിന്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു ബെല്ലുണ്ടാവും, അതും ഒന്ന് അമർത്താണേ. എന്തെല്ലാം ജാനുവടുത്തി? ഇനി ഇതെവിടെ അമ്മനെ പോന്ന്? ഞാനൊന്ന് റേഷൻ പിടി വരെ പോന്ന. ഇന്നാ ഞാളെ കിറ്റ് കൊടുക്കുന്ന ദിവസം. ശരിയാ, ഞാൻ ഇന്നലെ പോയിട്ട് വാങ്ങി. എന്തെല്ലാം വിശേഷം? കേളപ്പാടെല്ലാം സ്വന്തം തന്നെയല്ലേ? കേളപ്പാട്ടിന്റെ കാര്യമൊന്നും പറയാത്തതാന്നേ നല്ലേ. ഞാൻ എവിടെയെങ്കിലും ഒന്ന് പോയി തിരിച്ചു വരുമ്പോൾക്ക് എന്തെങ്കിലും ഒരു വീട്ടിത്തം ചെയ്ത് വെക്കുക. ഞാൻ എന്തെന്നാടോ വേണ്ട? എന്നാ ജാനുവടുത്തി പ്രശ്നം? ഇപ്പൊ നാട്ടില് വരുന്നല്ലോ ഓരോരോ പരിപാടി തുടങ്ങുന്നുണ്ടല്ലോ, ബിസിനസ്. നമ്മളെ കറുത്ത കണ്ണന്റെ മോൻ അനീഷുണ്ട് പുതിയൊരു ബിസിനസ് തുടങ്ങിയേക്ക്. എന്തെന്നാന്ന് വെച്ചാല് നമ്മളെ മരിച്ചാല് ദയിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, പിന്നെ ഗ്യാസും കുറ്റിയും പറയലോല് കൊണ്ടുവന്നിട്ട് ഐവർ മടം ചെയ്യുന്നതിന്റെ അതന്നെ അയറ്റാ ഒരു പരിപാടി ഇവൻ തുടങ്ങിയ പാടുന്ന നല്ലൊരു ഓഫർ അങ്ങ് വെച്ച്. ഓഫർ എന്തെന്നാന്ന് വെച്ചാല് 70 വയസ്സുള്ളപോലെ 1000 ഉറുപ്പ്യം കൊടുത്തിട്ട് ഒരു കൊല്ലത്തേക്ക് ഓനിയിൽ ചേർക്കും. ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ 1000 ഉറുപ്പ്യക്കോൻ തീപ്പിച്ചു കൊടുക്കും. കേക്കണേ, ഇനി അഥവാ മരിച്ചിട്ടില്ലെങ്കിൽ 1000 ഉറുപ്പ്യം കൊടുത്ത് പിന്നെയും പുതുക്കുക. ഇതാ ഓന്റെ പരിപാടി. ഈ കഴിഞ്ഞ പ്രളയം വന്നേരെ കേളപ്പാട്ടിന് മരണത്തിന് ഭയങ്കര പേടിയാ. ഇപ്പം കൊറോണ വന്നേരുള്ളേലും പേടിച്ച്. ഇനി അടുത്ത കൊല്ലം പ്രളയോ എന്തെന്നാ വരുന്നെന്ന് അറിയേറ്റ് ഇവരെന്ത് പണിയെടുത്ത് ഇക്കൊല്ലത്തോ അടുത്ത കൊല്ലത്തോ കൂടി 2000 ഉറുപ്പ്യക്ക് ഇവന്റെ ഓടിയിൽ ചേർന്നടോ. ഇങ്ങനത്തെ എല്ലാം ഒന്ന് ചേരുമ്പോ ഒന്ന് ചിന്തിച്ചു നോക്കണ്ടേ പാവി? കേളപ്പാട്ടിനാറ്റം മരിച്ചു വയ്ക്കണ്ടെങ്കിൽ 2000 ഉറുപ്പ്യന്റെ വിറമാണോ പാവി കത്തിക്കുവേ? പണ്ടേ പെൻസില് പോലെയല്ലേ ഉള്ളു കേൾപ്പാട്ട്. 5-8 ചിരട്ടയും 3-4 മാടിലും കുറച്ച് ഓലക്കണിയുണ്ട്, ഉറങ്ങത്തിപ്പോവല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്നിട്ട് കേളപ്പാട്ടിനാടണ്ടാ? കേളപ്പാട്ടനുണ്ട് മോനെ. കുന്നുമല കണ്ണനെയും ചാത്തൂനെയും കാണുവാൻ പോയിന്. അതിനാനോടുത്തി ഈല് 2 ആളെ ചേർത്താ എന്നെ പ്രിയായിട്ട് കത്തിച്ചു തരും പോലും. അല്ല മോനെ, ഈ വില്യാപ്പള്ളി റോഡ് എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ? അതെ, ഇത് തന്നെയാണ്. നേരെ പോയാ മതി കേട്ടോ. വളരെ ഉപകാരം. ഇനിയിപ്പൊ കേളപ്പനെ വിളിച്ചു നോക്കാം. ഓനാണ് കൃത്യമായിട്ട് ബൈ പറഞ്ഞു തരൂ. ഹലോ. അല്ല ജാനു, കേളപ്പനില്ലാടാ. അതാരാ? മൂസാക്കിയാ? ഉണ്ട് മൂസാക്ക, ഞാൻ കൊടുക്ക. കേളപ്പാട്ട ഇതാ പോണ്. മൂസാക്ക വിളിക്കുന്നു. എന്തേലും മൂസേ? നമ്മളെ ജാനു തമാശ എനിമേഷൻ ചെയ്യുന്ന ജ്യോതിഷിന്റെ പൊരേടിയനു. എന്തിനാ മൂസേ കോമഡിക്ക? ഇതെന്തിനാ പൊരക്ക് പോന്ന്? യൂട്യൂബിൽ നോക്കിയാ പോരെ? ഇല്ലെങ്കിൽ വാട്സപ്പിലെല്ലാം വരൂല്ലേ? ഇതെന്തിനാ പൊരക്ക് പോന്ന്? അതല്ലേ ഗൾപ്പാ, ഞമ്മള് മോയൻ ഗൾഫിന്ന് വന്ന കാര്യം എനിക്കറിയാലോ. ഓനൊരു ഹോട്ടല് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പരസ്യത്തിന്റെ കാര്യം സംസാരിക്കുവാനാ. ഇനിയിപ്പോ എത്തി? ഞാൻ ബടഗിരിന്ന് വില്യാപ്പള്ളി റോട്ടിലേക്ക് കയറി 2 കിലോമീറ്റർ എത്തിയരോ ഒരു ചെറിയൊരു ടൗണ് കണ്ടിട്ടുണ്ട്. ആട് നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇഞ്ച വലത്തെ സൈഡില് ഒരു ബസ് സ്റ്റോപ്പ് കാണുന്നുണ്ടാ? വലത്തെ സൈഡില് ബസ് സ്റ്റോപ്പ്? അതന്നെ കാണുന്നുണ്ട് ഗൾപ്പാ. ഇനി നേരെ ഇടത്തെ സൈഡില് ഒരു മതിലും ഒരു ഗേറ്റും എല്ലാം കാണാം. അതിന്റെ അടുത്ത് സബാസ്റ്റ്യൻ എഴുതിക്കോ നോക്കിയെന്നെ. ഇടത്തെ സൈഡിൽ സബാസ്റ്റ്യൻ. അല്ല കേളപ്പാ, ഇങ്ങനെയാണ് ഒരാളോട് ബൈ പറഞ്ഞു കൊടുക്കുക? ഇതങ്ങനെയാണോ വായിക്കേണ്ടത്? ഞമ്മള് വിചാരിച്ച് എനിക്ക് വിവരവും വിദ്യാഭ്യാസം ഉണ്ടെന്നല്ലേ കേളപ്പാ. ഇത് അങ്ങനെയല്ല വായിക്കേണ്ടത്. ഇത് അയ്യോ KB സബാസ്റ്റ്യൻ എന്നല്ലേ വായിക്കണ്ടേ? കടച്ചോനെ, ഓന്റെ ഫുൾ ഫോം എന്നോട് മറന്നു വയ്ക്ക്. അതാ, അതുണ്ടെങ്കിൽ നേരെ ഒരു ചോന്ന കിണർ കാണാ. ആടന്ന് ഇടത്തോട്ടേക്ക് പോയാ മതി, നേരെ ഓന്റെ വീട്ടിലേക്ക്. എന്തെല്ലാം ഉണ്ടാനോടുത്തി? എല്ലാ കേളപ്പാടുണ്ടാടാ? ഉണ്ട് മോനെ. അല്ല, ഇതെന്താ സഞ്ചിയിലൊരു കെട്ടുമല്ലോ? ഇത് കുറച്ച് പഞ്ചസാര കല്യാണിക്ക് കൊണ്ടു കൊടുക്കും പോന്ന. അയച്ചു, നിങ്ങൾ ഓൺലൈൻ ബിസിനസ് എല്ലാം തുടങ്ങിയിട്ടുണ്ടാ? ഇത് അതൊന്നുമല്ലേ, ഇത് ഭയങ്കര ഒരു കഥയാ. അത് 2 ദിവസം മുമ്പേ അശോകൻ ഗൾഫിന്ന് 2000 ഉറുപ്പ്യ കേളപ്പാട്ടന് അയച്ചു. 1-2 മാസമായില്ലേ പൊരേ തന്നെ കുത്തിരിക്കുന്നു. പൈസ കൈ കിട്ടിയാലേ കേളപ്പാട്ടിന് കള്ളു കുടിക്കണമെന്നൊരാഗ്രഹം വന്നു. ഇപ്പം കള്ളു കുടിക്കണ ആപ്പുമാണല്ലോ. നമ്മളെ കച്ചവടം വെക്കുന്ന കുമാരനതാ, ഓൻ ചോറൊന്നും പോകുമ്പോ ഓന്റെ മോനാ വരുവാ പീടിയല്ലേ. ഈ മോന്റെ അടുത്ത് ഈ ആപ്പുണ്ട് എന്ന് കേളപ്പാട്ടിനറിയാം. ഇതിന്ന് കുറച്ച് പൈസ ഓന്റെ അടുത്ത് കൊടുത്തിട്ട് സാധനം വായിപ്പിക്കേണ്ട പരിപാടിയാ. പോവാൻ നോക്കുമ്പോ ഞാൻ പറഞ്ഞു, കേളപ്പാട്ട നിങ്ങള് അടങ്ങി ഇവിടെ ഇരുന്നോ. 75 വയസ്സായി നിങ്ങൾക്ക്. പോലീസുകാരറ്റം കണ്ടിക്കണ്ട ഏറിയ കുഴപ്പമായി. ഇപ്പൊ നിങ്ങൾ ഇവിടെ അടങ്ങിയിരുന്നോളെ എന്ന് ഞാൻ പറഞ്ഞു. ഇതൊന്നും കേൾക്കാണ്ട് മോനെ പീടിയയിലേക്ക് പോയി. ഹലോ, എങ്ങോട്ടാ? ഉയ്യന്റെ അമ്മേ പോലീസ്. ഞാൻ ഇതിപ്പോ എന്തെന്നാ പറയാ? കള്ളിന് പോന്നാന്ന് പറഞ്ഞാ നേരെ സ്റ്റേഷനിൽ പോണ്ടി വരും. എന്താ ഒരു ആലോചന? സാറേ, ഞാൻ പീടിയ പോന്നാ പഞ്ചസാര മേടിക്കുവേ. ഓക്കെ വാ പഞ്ചസാര ഞാൻ മേടിച്ചു തരാം കേട്ടോ. വാ. കയ്യിൽ എത്ര പൈസ ഉണ്ട്? കയ്യില് അശോകൻ ഗൾഫിന്ന് അയച്ച 2000 ഉറുപ്പ്യ ഉണ്ട്. ഓക്കെ, അതിങ്ങെടുക്ക്. ഹലോ, ഈ 2000 ഉറുപ്പ്യക്ക് കണക്കായിട്ട് പഞ്ചസാര കൊടുക്കട്ടോ. ഇനി മേലാലി പഞ്ചസാര എന്നും പറഞ്ഞിട്ട് നിങ്ങൾ പീടിയയിൽ വന്നാല്, പ്രത്യേകിച്ച് ലോക്ക്ഡൌൺ കാലത്ത് പ്രായമൊന്നും ഞാൻ നോക്കൂല, നേരെ സ്റ്റേഷനിൽ പോണ്ടി വരും കേട്ടോ.
ഇത് നിങ്ങൾക്കുള്ള ഒരു പണിഷ്മെന്റാ. ആ സാറേ, ഞാൻ സത്യത്തില് പഞ്ചസാര മേടിക്കുവാനല്ല വന്ന്. ഞാൻ ഈ ആപ്പില് കള്ളിന് വേണ്ടിട്ട് വന്നതാ. നമുക്കൊരു കാര്യം ചെയ്താലോ, 2000 ഉറുപ്പ്യക്ക് ഫുള്ളായിട്ട് കള്ള് മേടിച്ചാലോ? കള്ളും പഞ്ചാരയെല്ലാം ഞാൻ മാടിച്ചേരാം കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, അതൊക്കെ സ്റ്റേഷനിൽ എത്തിയിട്ടൊന്ന് ആലോചിക്കാം. ഓക്കെ, വാ വണ്ടിക്കാരി. ഉയ്യന്റെ അമ്മേ, ഞാൻ തമാശ പറഞ്ഞ ഇതാ ഞാൻ പോയി, എനിക്ക് പഞ്ചസാരമായി. ഇതാ ഞാൻ പോയി ഞാൻ പോന്ന. ഉയ്യന്റെ അമ്മ, ഞാനെന്തെന്നാ അവനെ മാണ്ട് ഒരാൾക്ക് പഞ്ചസാരയും കൊണ്ടാ പോരക്ക് വന്ന് നീ കേളപ്പാട്ടനെ വെറുതെ കാണും പോന്ന. അല്ല അനുടുത്തി, എനിക്ക് കച്ചവടത്തിന്റെ ബാലപാഠം പഠിക്കാൻ വേണ്ടി പോന്ന. ആ എന്തെല്ലാം ഉണ്ട് കളപ്പെട്ടാ? എനിക്ക് ഇങ്ങോട്ടുള്ള വയ്യെല്ലാം അറിയാവട്ടോ. ഇന്റെ പൊരപ്പണിയെല്ലാം എന്തായി? പൊരപ്പണിയിൽ ഏകദേശം കഴിഞ്ഞ്. ഇനി കിണർ കുഴിക്കണം. കിണർ കുഴിക്കണമെങ്കിലേ ഈ കിണർ കുഴിക്കുന്ന മണ്ണുണ്ടല്ലോ, അത് ഇടുവാനുള്ള സ്ഥലമില്ല. ആകെ 5 സെന്റ് സ്ഥലമേ പോരാത്തന്നെ റോഡെല്ലാം ബ്ലോക്കാ. ഇനി വണ്ടി വന്നിട്ട് വേണം കിണർ കുഴിക്കുവേ. ഇനി എന്തിനാടോ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന്? ഞാൻ നല്ലൊരു ഐഡിയ അങ്ങ് പറഞ്ഞുതരാം. ഇനി പൊരേന്റെ ഏതെങ്കിലും ഒരു സൈഡില് വലിയൊരു കുഴി കുഴിക്കുക. എന്നിട്ട് ഈ കിണർ കുഴിക്കുന്ന മണ്ണുണ്ടല്ലോ, അതിലിട്ടാ പോരെ. അങ്ങനെ ഐഡിയ. ആലം പോട്ടെ, ഇനി എന്തിനേനും വന്ന് എന്നെ കാണുവാൻ വന്നതാ? എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട്. ഈ കച്ചവടത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കാൻ വന്നതാ. നിങ്ങൾ അതൊന്ന് പറഞ്ഞു തരുമോ? അതിനെ കൊണ്ടെന്താ, ബാലപാഠം പഠിക്കാൻ വന്നതാ അല്ലേ? എല്ലാ മോനെ, എനിക്ക് മരത്തുമ്മക്കാരനെല്ലാം അറിയാവോ? ആ മരത്തുമ്മക്കാരെന്നെല്ലാം അറിയാം. അതും ഇതും തമ്മിൽ എന്തെന്നാ കളപ്പെട്ട ബന്ധം? ആ മരത്തിന്റെ കൊമ്പുമ്മക്കാരി അവിടെ ഇരിക്കി. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ എന്നിട്ട് പറഞ്ഞുതരാം. ഈ വലിയ മരത്തുമ്മില്ല കളപ്പെട്ട കാരണ്ട് കാര്യം ഇരിക്കടോ, എന്നിട്ട് പറയാ. ആ കാര്യം ഇരുന്ന് കളപ്പെട്ട. ഇനി പറ. ഇനി ഒന്നും നോക്കണ്ട, തിരിഞ്ഞും മറിഞ്ഞും നോക്കണ്ട, ഇനി ചാടിക്കോ. എല്ലാ കളപ്പെട്ട, ഞാൻ ഇതിന്റെ മേലേന്ന് താഴത്തേക്ക് ചാടിയാൽ എന്റെ കാലെന്തും പറ്റൂലേ? കാലിന് എന്തെങ്കിലും പറ്റുമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പറയാടോ. കാലിനൊന്നും പറ്റൂല, ധൈര്യത്താണ് ചാടിക്കോ. എനിക്ക് കച്ചവടത്തിന്റെ ബാലപാഠം പഠിക്കണ്ടേ. കളപ്പെട്ട, ഞാൻ ചാടുന്നുണ്ടേ, ഒന്നും പറ്റൂലാലോ? ഒന്നും പറ്റൂലടോ, ധൈര്യത്താണ് ചാടിക്കോ. അയ്യോ കളപ്പെട്ട, കാലിനെന്താ പറ്റി? അയ്യോ, ഞങ്ങളോട് പറഞ്ഞില്ലെന്ത് കാലിനെന്തോ പറ്റൂന്ന്. അയ്യോ, കാലിന് പറ്റി. നിങ്ങളല്ലേ പറഞ്ഞ പറ്റൂലത്, എന്നിട്ടല്ലേ ഞാൻ ചാടിയേ. എല്ലോടോ, ഇനി കച്ചവടത്തിന്റെ ബാലപാഠം പഠിക്കുവാൻ വന്നല്ലേ. ഞാൻ ആദ്യ ബാലപാഠം പഠിച്ച് ഒരാളെയും വിശ്വസിക്കുവാൻ പാടില്ല. അയ്യോ എന്റെ കാലി. ഞാൻ പോട്ടെ, ഞാനെടുത്തി. ബാലപാഠം പഠിച്ചിനാ മോനെ? പഠിച്ച് ഞാനെടുത്തി. ഒരാളെയും വിശ്വസിക്കറ്. പഠിച്ച്. ഇതെന്നെയാ പറയുന്നത്. പണ്ട് കേളപ്പാട്ടം കച്ചവടം തുടങ്ങുമ്പോ അംബാനിയാവൂന്ന് പറഞ്ഞ ആളാ. ഇപ്പം കണ്ടില്ല, ഇനി വെറുതെ ഒത്തിരിക്കുന്ന്. ഇനി കാലിനെ പറ്റി ബേജാറാവൊന്നും വേണ്ട, കാലിനൊന്നും പറ്റുമല്ല. നമ്മൾ അഭികുരുക്കളെടുത്ത് പോയിട്ട് ഉയിഞ്ഞു കെട്ടിയമ്മായി, വേറൊരു പേടിയും പേടിക്കണ്ട. എല്ലാ കേളപ്പാട്ട, ഈ ബാലപാഠം പഠിപ്പിച്ച പാവയല്ലോ, നിങ്ങളെപ്പാ വീട്ടുവാ? ഞാൻ ബാലപാഠം പഠിപ്പിച്ച ആരും കച്ചവടത്തിൽ ഇതുവരെ മോശമാക്കില്ല. ഓരെല്ലാം ഇന്ന് 3-4 ഷോപ്പുള്ളോല. ഹലോ, കേളുപ്പനല്ലേ? അതെ. ആ കേളുപ്പാ, ഇജ്ജി നമ്മള് പൊയക്കലപ്പാവിന്റെ വീട് വരെ ഒന്ന് അർജന്റായിട്ട് വരണോ. ഒരു സന്തോഷ വാർത്തയുണ്ട്. ഈ പ്രാവശ്യത്തെ ഓണം ബമ്പറടിച്ചത് നമ്മള് പവീന്റെ അച്ചാച്ചനാ. ഈ ലോട്ടറി അടിച്ച വിവരം അച്ചാച്ചൻ അറിയിക്കുവേ. ഇവിടെയുള്ള എല്ലാവർക്കും പേടി. ആയതേനും മൂസേ? മൂപ്പര് 2 അറ്റേക്ക് കഴിഞ്ഞ ആളാ. ഈ സന്തോഷ വിവരം അറിഞ്ഞിട്ട് 3ാമതൊരു അറ്റേക്ക് വന്നാല് ആള് കാലിയായി പോവും. ഈ ലോട്ടറി അടിച്ച വിവരം അച്ചാച്ചൻ അറിയിക്കുവേ. ഞമ്മള് കണ്ടത് കേളുപ്പനെയാ. ഇജ്ജാകുമ്പോ ഇലക്കും മുള്ളിനും ദോശയില്ലാത്ത രീതിയിൽ അവതരിപ്പിക്കൂന്ന് ഞമ്മക്കറിയാ. ഇജ്ജി പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് ബാ. എന്നാ മൂസ, നിങ്ങളെല്ലാടെ നിന്നോ, ഞാൻ ഇതെത്തിപ്പോയി. എന്തെന്നാള് പാട്ട? നമ്മളെ പവീന്റെ അച്ചാച്ചനുണ്ട് ലോട്ടറി അടിച്ചിന്. ആഡംബരം ഒന്ന് പോണോ? ഞാനും പോയിരുന്നു കേൾപ്പാട്ട. ഈ ലോട്ടറി അടിച്ചോലെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാ വേത്ത് പോര്. എത്തിന പൈസ കള്ളുപിടിച്ച് പോക്കുന്ന്. ഒരു ലോട്ടറി എടുക്കുമ്പോ നിങ്ങക്ക് തോന്നിയില്ല അല്ല? ചായ കുടിക്കാന. എന്നാ മോനെ, ചായ കണ്ട ചോറിനെ തിന്ന. എന്നാലും ആ പിച്ചക്കാരൻ ഭാഗ്യവാനാ. ഓന് പിച്ച എടുക്കുന്ന പണിയെങ്കിലും അറിയാലോ. ഇല്ല തെണ്ടിപ്പോവേനു. ജാനു, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാ ഓരെല്ലിങ്ങനെ ഭിക്ഷ യാചിക്കുന്നത്. ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവരെ യോഗി എന്നും, 2 നേരം ഭക്ഷണം കഴിക്കുന്നവരെ ഭോഗി എന്നും, 3 നേരം ഭക്ഷണം കഴിക്കുന്നവരെ രോഗി എന്നുമാ പറയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ പോലെ 4 നേരം ഭക്ഷണം കഴിക്കുന്ന പോലെ എന്തെന്നാ വിളിക്കുക? ദ്രോഹി എന്നാ. അത് ശരി, ഈ പറഞ്ഞതിനൊരു പണി കൊടുക്കണല്ലോ. അല്ല ജാനു, എന്ത് ചോദിച്ചാലും ഇല്ല എന്ന് ഉത്തരം പറയുന്ന വിഡ്ഢികളെ കണ്ടു നിഞ്ഞി? ഇല്ല. അത് ശരി, ഇഞ്ഞു ആ കൂട്ടത്തില്ല. ഓ ഞാൻ വിഡ്ഢിയാങ്കിൽ നിങ്ങൾ എന്തിനാ എന്നെ കല്യാണം കഴിച്ചിനേനു? നിങ്ങൾക്കില്ലേനൊരു മുറപ്പുണ്ട്. ഓളെ കല്യാണം കഴിച്ചാ പോരെന്നാ? അത് ജാനു, പണ്ട് ഞാൻ കള്ളു കുടിച്ച് പോന്ന ദിവസമല്ലോ മുറപ്പെണ്ണ് കല്യാണിനെ കണ്ടാലേ ഞാൻ ചോദിക്കലുണ്ട്, ഞാൻ കല്യാണം കഴിച്ചോട്ടെ. ഞാൻ കള്ളു കുടിച്ച് ചോദിക്കുന്നതിന്